ഇന്ത്യ ഒരു ലോകകപ്പ് ജയിക്കുമ്പോൾ അതൊരു ട്രോഫി മാത്രമല്ല, ഒരു രാജ്യത്തിന്റെ സ്വപ്നം സത്യമാവുന്ന നിമിഷമാണ്. 1983 ആ സമയത്ത് ലോകം മുഴുവൻ പറഞ്ഞു ഇന്ത്യക്ക് ലോകകപ്പ് ജയിക്കാൻ കഴിയില്ല. പക്ഷേ ഒരാൾ വിശ്വസിച്ചു, സാക്ഷാൽ കപിൽ ദേവ്. ആ വിശ്വാസം ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ ചരിത്രം തന്നെ മാറ്റി. വർഷങ്ങൾക്ക് ശേഷം 2007 യുവ ടീം, ഒരു ശാന്തമായ ക്യാപ്റ്റൻ, യെസ് യു ഹേഡ് ഇറ്റ് റൈറ്റ്, ക്യാപ്റ്റൻ കൂൾ മഹേന്ദ്ര സിംഗ് ധോണി. അദ്ദേഹത്തിന്റെ ലീഡർഷിപ്പിൽ ഇന്ത്യ ആദ്യമായി 2020 ചാമ്പ്യനായി മാറി. വർഷം 2011. 28 വർഷങ്ങൾക്ക് ശേഷം ഒരു ഷോട്ട്. കോമന്ററിയിൽ ഇന്നും പറഞ്ഞ വാക്കുകൾ ചെവിയിൽ മുഴങ്ങുകയാണ്. ടോണി ഫിനിഷസ് ഓഫ് ഇൻ സ്റ്റൈൽ. ഇന്ത്യ വീണ്ടും കപ്പുയർത്തി. പക്ഷെ ക്രിക്കറ്റ് എപ്പോഴും ആഘോഷം മാത്രമല്ല. 2019 ന്യൂസിലൻഡിന്റെ ആ റൺ ഔട്ട് അതൊരു വിക്കറ്റ് അല്ലായിരുന്നു, ഒരു കാലഘട്ടത്തിന്റെ അവസാനമായിരുന്നു. വർഷങ്ങൾ പിന്നിട്ട് 2024 വീണ്ടും ഇന്ത്യ കപ്പുയർത്തി. ടീമുകൾ മാറി, പക്ഷേ ഇന്ത്യയുടെ ആത്മവിശ്വാസം മാറിയില്ല. ഇപ്പോൾ 2026 വീണ്ടും ഇന്ത്യ കപ്പുയർത്തി. പുതിയ നേതാക്കൾ, പുതിയ സ്വപ്നങ്ങൾ. പഴയ ഒരു തമാശ പോലെ ഒരു കാര്യം ആളുകൾ പറയുന്നത് കേട്ടിട്ടുണ്ട്. ഇന്ത്യ ജയിക്കുമ്പോൾ എവിടെയെങ്കിലും ഒരു മലയാളി സാന്നിധ്യം ഉണ്ടാകും. ഈ തലമുറയിൽ ആ പ്രതീക്ഷയുടെ പേര് സാക്ഷാൽ സഞ്ജു സാംസൺ. ട്രോഫികൾ കഴിവുകൊണ്ട് ജയിക്കുന്നതാണ്, പക്ഷേ ചരിത്രം എഴുതുന്നത് വിശ്വാസം, ലീഡർഷിപ്പും കൊണ്ടാണ്. കർമ്മ എന്ന് പറയുന്നത് ഒരു ബൂമറാങ് പോലെയാണ്. സാക്ഷാൽ മഹേന്ദ്ര സിംഗ് ധോണിയുടെ മുമ്പിൽ ഇന്ത്യയുടെ കിവീസ് മുട്ടുമടക്കിയിരിക്കുന്നു.